ഇവിടെ എന്തോ എറർ കാണിച്ചു. ഓക്കെ ഓക്കെ, ആ പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞേരെ. ഓക്കെ, അത് ഞാൻ ഡീപ്പായിട്ട് നോക്കിയില്ല. ജസ്റ്റ് ഇപ്പം ആ പ്രൊജക്ട് ചൂസ് ചെയ്തിട്ടുള്ളൂ. അതിപ്പോ ChatGPT കിട്ടുന്നില്ല. ChatGPT കിട്ടുന്നില്ല അല്ലേ? അത് എറർ കാണിക്കുന്നത്. ഞാനൊരു അരമണിക്കൂർ മുമ്പ് നോക്കിയായിരുന്നു. ChatGPT എനിക്ക് തോന്നുന്നു ആർക്കും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഒരു മുംബൈയിലെ ഒരു IP അഡ്രസ് കാണിക്കുക, അങ്ങനെ എന്തോ ഒരു എറർ അല്ലേ സ്ക്രീനിൽ വരുന്നത്? ഞാൻ ആപ്പാ യൂസ് ചെയ്തത്, പക്ഷെ ആപ്പിൽ എന്തോ എറർ ആയിരുന്നു. ഇത് ChatGPT എടുക്കാൻ ഒത്തിരി സമയം എടുക്കും. ഇതാണ് എറർ, ഒരു ബാഡ് ഗേറ്റ് വേ. അതന്നെ ബാഡ് ഗേറ്റ് വേ. അപ്പോ ഒരു പക്ഷേ ഇന്ത്യയിൽ ആർക്കും കിട്ടുന്നുണ്ടാകില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ശരി. അപ്പോ നമുക്ക് നമ്മൾ ആ പ്രോജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല അല്ലെ? അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ജെമിനൈ വെച്ചിട്ട് നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് സിമ്പിൾ ആയിട്ട് കൂടി ചെയ്താലും മതി. ഇപ്പം ഇങ്ങനത്തെ ഞാൻ വേറൊരു പ്രോജക്റ്റ് കണ്ടിരുന്നു. നമ്മൾ SQL ക്വറി ജനറേറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഒരു സാധാ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. എനിക്കിപ്പം നമ്മൾ സാധാ ക്വസ്റ്റ്യൻ പോലെ തരില്ലേ SQL ക്വറി, സെലക്ട് റിട്രീവ് ഓൾ ദി ഡാറ്റ ഫ്രം ദ ടേബിൾ നടത്തി, അങ്ങനെ ഇംഗ്ലീഷ് പോലെ കൊടുത്തിട്ട് നമ്മൾ SQL ക്വറി ആയിട്ട് ജനറേറ്റ് ചെയ്തിരണം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടില്ല. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ? കുറച്ചുകൂടി മറ്റേതാകുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. ഇത് ചെയ്തൊക്കെ സിമ്പിൾ ആയിട്ട്. ഓക്കെ. അപ്പം I want to prepare a project text on NLP, and then I am typing English sentences. This has to give concerned SQL statements for DBMS query. Develop an NLP-powered system that translates English sentence into executable SQL queries for a given database scheme. അല്ല, അതല്ല ഉദ്ദേശിച്ചത്. ഇതിന് നമ്മൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് പൈത്തൺ ആണ്. പൈത്തൺ വെച്ച് ചെയ്യാനാ പറയുന്നത്. ഓക്കെ, എന്നിട്ട് NLTK for basic NLP task like tokenization, part of speech, tagging and named entity recognition, അതിന് NLTK ഉപയോഗിക്കും. SPACY for transformers, NLP task like dependency parsing and sentence. പിന്നെ ഒരു SQL alchemy ഉണ്ട്, PyPG2 for interacting with the database. പിന്നെ scikit-learn, അത് ഓപ്ഷണൽ ആണ്, machine learning based approaches. Define a sample database schema with the tables, columns and data type. This will be used for testing and training. അപ്പോ ടേബിള് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതിനകത്ത് 4 കോളം ഉണ്ട്. കസ്റ്റമർ ID, നെയിം, സിറ്റി, ഫോണ്. ഓർഡേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു ടേബിള്, അവിടെ ഒരു ഓർഡർ ID ഉണ്ട്,
കസ്റ്റമർ ഐ ഡി ഉണ്ട്, ഓർഡർ ഡേറ്റ് ഉണ്ട്, ടോട്ടൽ എമൗണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ടേബിളിന്റെ ഡീറ്റെയിൽസ് കിട്ടി. ഡേറ്റ കളക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ. manually generate a data set of English sentences and their corresponding SQL queries based on your database schema. അപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ നെയിംസ് ഓഫ് ആൾ കസ്റ്റമേഴ്സ് ഇൻ ദി സിറ്റി ഓഫ് ന്യൂയോർക്ക്. അപ്പൊ അത് കൺവേർട്ട് ചെയ്യേണ്ടത് സെലക്ട് എ നെയിം ഫ്രം കസ്റ്റമേഴ്സ് വെയർ സിറ്റി ഈക്വൽ ടു ന്യൂയോർക്ക് അല്ലെ, അങ്ങനെയല്ലേ അവരുടെ data augmentation. Increase data set size by applying techniques like synonyms. Replace words with synonyms. Example, city with a town. Paraphrasing. Rewrite sentences while preserving the meaning. ഇത് ഇങ്ങനെ ഒരു കാര്യം വേണം. അതായത് സിമിലർ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാം. നമുക്ക് പാരഫ്രൈസിങ്ങിന്റെ ആവശ്യമുണ്ട്. ആ സ്ട്രക്ചർ മാറുമല്ലോ. ഡേറ്റ ക്ലീനിങ്ങില് പങ്ക്ച്വേഷൻ മാറ്റുക, ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഹാൻഡിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻകൺസിസ്റ്റൻസീസ്. ഇതില് NLP മോഡൽ ഡെവലപ്മെന്റില് സ്പ്ലിറ്റ് സെന്റൻസസ് ഇൻടു ഇൻഡിവിജ്വൽ വേർഡ്സ്. നമ്മള് സെന്റൻസിനെ ഇൻഡിവിജ്വൽ വേർഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഐഡന്റിഫൈ ദ ഗ്രാമാറ്റിക്കൽ റോൾ ഓഫ് ഈച്ച് വേർഡ്. നൗണ്, വെർബ്, അഡ്ജക്റ്റീവ് അങ്ങനെയൊക്കെ തരംതിരിക്കും. നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നേഷൻ. ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് നെയിംസ്, ലൊക്കേഷൻ, ഓർഗനൈസേഷൻ, അത് റെക്കഗ്നൈസ് ചെയ്യാം. Analyze the grammatical structure of the sentence. ഇതില് നമ്മള് ഈ 4 കാറ്റഗറി സെലക്ട് എന്ന് പറയുമ്പോൾ റിട്രൈവല്, ഇൻസേർട്ട് ഡേറ്റ ആഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഈ 4 ഓപ്പറേഷൻ. അപ്പൊ ആദ്യം സെലക്ട് ആണോ, ഇൻസേർട്ട് ആണോ, അപ്ഡേറ്റ് ആണോ, ഡിലീറ്റ് ആണോ എന്ന് നമ്മള് ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. റൂൾ ബേസ്ഡ് പറഞ്ഞിട്ടുണ്ട്, മെഷീൻ ലേണിംഗ് മോഡൽസും. റൂൾ ബേസ്ഡില് ഡിഫൈൻ പാറ്റേൺസ് ആൻഡ് കീവേഡ്സ് ടു ഐഡന്റിഫൈ ഇന്റൻസ്. മറ്റേ സെലക്ട് ഇൻസെർട്ട് എന്ന് പറയുമ്പോൾ ആ പാറ്റേൺ മനസ്സിലാക്കാം അല്ലേ? അതായത് റിട്രൈവല് പോലെയുള്ള ആ മീനിങ്ങിനോട് സാമ്യമുള്ള എന്തെങ്കിലും ആയിരിക്കും നമ്മൾ സെലക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡിഫൈ എന്നല്ല പറയുമ്പോ അല്ല, മോഡിഫൈ പറയുമ്പോ അപ്ഡേറ്റ് അല്ല. അപ്ഡേറ്റ്. മോഡിഫൈ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ഡേറ്റിനെയാണ് അതിന്റെ ഒരു പാറ്റേൺ അല്ലേ? ഇൻസേർട്ട് പറയുമ്പോ ഡേറ്റ ആഡ് ചെയ്യാന്ന് പറയുന്നതിനോട് മീനിങ് ഉള്ളത് ഇൻസേർട്ട്. അപ്പോ നമ്മള് പാറ്റേൺസ് ആൻഡ് കീവേഡ്സ് ഇന്റന്റ് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ഇതില് മെഷീൻ ലേണിംഗ് മോഡൽസില് നമ്മള് ക്ലാസിഫയേഴ്സ്, നെയ്വ് ബേയേഴ്സ്, സപ്പോർട്ട് വെക്ടർ ഇതൊക്കെ ഉപയോഗിക്കും. ഓക്കെ. SQL query generation, rule based approach. Define a set of rules and templates to map English phrase to SQL clause. ഇതാണ് മറ്റേ ഞാൻ ഡ്രാഗ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സാധനം നമ്മള് ഒരു സെറ്റ് ഓഫ് റൂൾസും ടെംപ്ലേറ്റ്സും ഡിഫൈൻ ചെയ്യണം, ഇംഗ്ലീഷിനെ SQL-ലേക്ക് മാറ്റാൻ. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ വേണ്ടി വരും. സീക്വൻസ് ടു സീക്വൻസ് മോഡൽസ്. യൂസ് മോഡൽസ് ലൈക്ക് LSTM or transformers to learn the mapping between English sentence and SQL queries. അപ്പോ ഇവിടെ നമ്മളുടെ ഒരു പ്രധാന പരിപാടി ഇവിടെ കിടക്കുന്നത്, നമ്മള് ഈ ഇംഗ്ലീഷ് SQL-ലേക്ക് മാപ്പ് ചെയ്യണം അല്ലേ? പിന്നെ ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗില്
അപ്പോ നമുക്ക് ഈ നമ്മൾ ഇതിനകത്ത് നമുക്ക് കൂടുതൽ അറിയേണ്ട ഒരു കാര്യം ഈ റൂൾ ബേസ്ഡ് അപ്രോച്ച് ആ മാപ്പിംഗ് അതെങ്ങനെ ചെയ്യുന്നുള്ളതല്ല നമുക്ക് കൂടുതൽ അറിയേണ്ടത്. പിന്നെ സീക്വൻസ് ടു സീക്വൽ മോഡൽ. ആ അല്ല ഇത് രണ്ടുമാണല്ലോ നമുക്ക് കൂടുതൽ അറിയേണ്ടത് അല്ലെ. ബാക്കിയുള്ളതൊക്കെ ഇന്നതാണെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ രണ്ടെണ്ണം നോക്കാം. മറ്റേതെല്ലാം നമ്മൾ ജസ്റ്റ് സാധാ ടോക്കണൈസ് ചെയ്ത് ഓരോ വേർഡ് ബൈ വേർഡ് എടുത്തിട്ട് നോക്കുന്നതല്ലേ. അപ്പം ഇത് നമുക്കൊന്ന് അറിയണം. ഇത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോ സെലക്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള കുറെ കീവേഡ്സ് പറഞ്ഞു. ഫൈൻഡ്, ഗെറ്റ്, റിട്രൈവ്, ലിസ്റ്റ്, ഷോ, ഡിസ്പ്ലേ, വാട്ടർ, പൂവർ, വിച്ച് ആൾ. അപ്പൊ ഇങ്ങനെ കുറെ വാക്കുണ്ടെങ്കിൽ അത് സെലക്ട് ആയിട്ട് എടുക്കും. വേറെ ദാറ്റ് വിച്ച് വിത്ത് ഹാവിംഗ് പ്രൂവ്സ് ഇൻ എ ഫോം ഓഫ് ഈസ് ആർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ വേറെ ആയിട്ട് എടുക്കും. ഫ്രം ആയിട്ട് എടുക്കുന്നത് ഫ്രം ഇന്ന ഓഫ് വെച്ചിട്ടാണ്. സെയിം അല്ലേ മറ്റേതായിട്ട് വേറെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഇന്നേറ്റ് സെയിം വേറും ഫ്രമും ഏകദേശം ഒരേപോലെ അല്ലേ? അല്ലല്ലോ അങ്ങനെയല്ല. ഫ്രം എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നാണ്, വേറെന്ന് പറഞ്ഞ കണ്ടീഷൻ എഴുതുന്നല്ലേ. പക്ഷെ അവർ തന്നെ എക്സാമ്പിൾ ഫ്രം ഇസ് ഇന്നി ഓഫ് ഇതിനകത്ത് വരുന്നില്ലേ? അതെ വരുന്നുണ്ട്. അപ്പോ അത് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഡാറ്റ സെറ്റ് ഉണ്ടാവും, ഇതിനെല്ലാം റൂൾസ് ഉണ്ടാവില്ലേ കീവേഡ് ഉണ്ടാവും. അപ്പോ ഇവിടെ നമുക്ക് ഫ്രം മസ്റ്റ് ആണ്, വേറെ ഓപ്ഷൻ അല്ല അല്ലെ. ഏത് ടേബിളിൽ നിന്ന് എടുക്കണമെന്നുള്ള നിർബന്ധമാണ്. അപ്പോ ആദ്യം ഈ ഫ്രമിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. വേറെന്ന് പറയുന്നത് പിന്നെ നമുക്ക് മാറ്റാം. ഓർഡർ ബൈ എന്ന് പറയുമ്പോൾ സോർട്ട് ബൈ, അസെൻഡിങ്, ഡിസെൻഡിങ്, ടോപ്പ്, ഫസ്റ്റ്, ലാസ്റ്റ് ഒക്കെ പറയുമ്പോൾ ഓർഡർ ബൈ. ഫൈൻഡ് ആൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. അതെ. കസ്റ്റമേഴ്സിന്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് നെയിം ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറയും. ന്യൂയോർക്കിലുള്ളവരെന്ന് പറഞ്ഞാൽ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വേർ സിറ്റി ഈസ് ഈക്വൽ ടു ന്യൂയോർക്ക്. ഇതില് സിറ്റി ഈസ് ഇൻ ന്യൂയോർക്കും ഏതാണ്ട് അത് തന്നെയാണ് സംഭവം. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓർഡേഴ്സ്. ഇപ്പൊ നമ്മൾ സമ്മ ഉപയോഗിക്കും ടോട്ടൽ എമൗണ്ട്. ഓർഡർ ബൈ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഓർഡർ ബൈ നെയിം കൊടുക്കും. ഓർഡർ ബൈ കസ്റ്റമർ നെയിം ഇൻ ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ DESC കൊടുക്കും. ഓക്കെ. ബേസിക് സെലക്ട് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്തത് കണ്ടായിരുന്നോ? ഞാൻ ജസ്റ്റ് വായിച്ചു ഡോക്യുമെന്റേഷൻ പറയാം. അതിനകത്തൊന്നും ഡീറ്റെയിൽസ് റാഗ് യൂസ് ചെയ്തിട്ട് അന്ന് ഇത് റാഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ, നമ്മളിതെല്ലാം റിട്രീവ് ചെയ്യുന്നല്ലേ. അപ്പോ parse the English sentence, tokenize the sentence into individual words, identify keywords and phrases. ഇനിയുള്ള ദിവസം വേറെ പ്ലേസ്മെന്റ് ട്രെയിനിങ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഇനിയില്ല. അത്യാവശ്യം ഫ്രീ ആണ് അല്ലേ? ഫ്രീ. അടുത്ത ആഴ്ച ഒന്ന് ജസ്റ്റ് സ്പോർട്സ്, കോളേജ് സ്പോർട്സ് ഇതുണ്ട്. പങ്കെടുക്കുന്നുണ്ടോ? നമ്മള് ഫൈനൽ ഇയർ ആയോണ്ട് പരിപാടി ഉണ്ട്. പങ്കെടുക്കുന്നുണ്ട്. കുറച്ച് ക്രിക്കറ്റ് ഉണ്ടോ? പിന്നെ വല്ല ഇന്റേണൽ എക്സാം അങ്ങനെയുള്ളത്? അതടുത്ത ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച തന്നെ ഇന്റേണൽ എക്സാം ഉണ്ട്.
അപ്പൊ ഇത് നമുക്ക് നമുക്ക് ചെറുതൊരെണ്ണം മതിയല്ലോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ? അത് കറക്റ്റാ. നമുക്ക് നോക്കാം. ഇപ്പോ ടോക്കണൈസ് ദ സെന്റൻസ് ഇൻ ടു ഇൻഡിവിജ്വൽ വേർഡ്സ്, identify keywords and phrases using the rules of regular encryption, map to SQL clauses. അവിടെ മാപ്പിംഗ് എന്ന് പറയുമ്പോ ഫൈൻഡ് ആൾ കസ്റ്റമേഴ്സ് ഫ്രം ന്യൂയോർക്ക് എന്ന് പറയുമ്പോ ടേബിൾ നെയിം, ഫീൽഡ് വിത്ത് കസ്റ്റമേഴ്സ്, സിറ്റി, ഫീൽഡ് ദ ടെംപ്ലേറ്റ് വിത്ത് ന്യൂയോർക്ക്. Assemble the final SQL query by concatenating the populated clause. അപ്പോ നമുക്ക് ഒന്നുകൂടെ ഇവർ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ അതിന്റെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യും, അതിന്റെ ഫ്രേസസ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് SQL കറസ്പോണ്ടിങ് ഫീൽഡ്സ് പോപ്പുലേറ്റ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. Use the identified keywords and phrases to populate the corresponding fields in SQL templates. അപ്പോൾ നമ്മൾ അതിനകത്ത് കീവേഡ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും, ഫ്രേസ് ഒക്കെ നോക്കും. നമുക്ക് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള SQL ടെംപ്ലേറ്റ്സ് കിട്ടാൻ വേണ്ടി, SQL സെന്റൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിന്റെ കീവേഡും ഫ്രേസസും ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഇങ്ങനെയാ. ഫൈൻഡ് ആൾ കസ്റ്റമേഴ്സ് ഫ്രം ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു സെന്റൻസ് കണ്ടാല് അവിടെ നമ്മൾ ആ ഫൈൻഡ് ആൾ കസ്റ്റമേഴ്സ് ഫ്രം അതില് നമ്മൾ ടേബിൾ നെയിം എടുക്കും, അവിടെ കസ്റ്റമേഴ്സ് പറഞ്ഞുകൊണ്ട് ആ ഫീൽഡ് എടുക്കും, സിറ്റി പറഞ്ഞതുകൊണ്ട് ആ സിറ്റി ഫീൽഡ് എടുക്കും. അല്ല, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ എടുത്ത് അത് അസംബിൾ ചെയ്യും. അസംബിൾ ദ ഫൈനൽ SQL query by concatenating the populated clause. ആ പോപ്പുലേറ്റഡ് ക്ലോസ് വെച്ച് അതിന്റെ ക്ലോസ് വെച്ചിട്ട് നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്യും. അങ്ങനെ SQL ക്വയറി ഫോം ചെയ്യും. അല്ലേ? ഇവിടെ നമുക്ക് ഇവരെ ഒരു കോഡെല്ലാം കൊടുത്തു, നമുക്ക് കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ഒരു ഫംഗ്ഷൻ ആണ് ജനറേറ്റ് SQL ക്വയറി. അപ്പോ ഈ ഫൈൻഡ് ഓൾ ഇൻ ഇംഗ്ലീഷ് സെന്റൻസ് അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാക്ട് ടേബിൾ നെയിം ഇംഗ്ലീഷ് സെന്റൻസ്, select a start from table name. ഫൈൻഡ് ആളിന് പകരം ഫൈൻഡ് ആണെങ്കിൽ നമ്മള് എക്സ്ട്രാക്ട് ടേബിൾ നെയിം ഇംഗ്ലീഷ് സെന്റൻസ്, സെലക്ട് സ്റ്റാർട്ട് ഫ്രം ടേബിൾ നെയിം വേർ. അപ്പൊ ആ ഫൈൻഡ് ആൾ എന്ന് പറഞ്ഞ കീവേഡ് വെച്ച് എന്താ ഇത് റിട്രീവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, അല്ലേ? അപ്പൊ അവിടുത്തെ സെന്റൻസ് ഫൈൻഡ് ആൾ കസ്റ്റമേഴ്സ് എന്നുള്ളതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഫംഗ്ഷനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് റൂൾ ബേസ്ഡ് ആണല്ലേ? റൂൾ ബേസ്ഡ്. അപ്പൊ ഇവിടെ ഒരു ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി ഉള്ളൂ. റൂൾ ബേസ്ഡ് സിസ്റ്റം ക്യാൻ ബി റിജിഡ്, may not handle complex or ambiguous sentences well. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ട്. ആസ് ദ നമ്പർ ഓഫ് റൂൾ ഇൻക്രീസസ്, അത് റൂൾ കൂടുന്തോറും നമ്മുടെ കോഡ് കൂടിക്കൊണ്ടിരിക്കും, അല്ലെ? അങ്ങനെയല്ലേ? എല്ലാ പ്രായോഗികമായ സെന്റൻസിനും നമ്മൾ കോഡ് എഴുതേണ്ടി വരും. അതൊരു വലിയ ടാസ്കാണ്. അത് ക്വയറ്റ് ടു ഇമ്പോസിബിൾ ആണ്. കുറെയൊക്കെ എഴുതാൻ പറ്റുമായിരിക്കും, അല്ലെ? അപ്പോ സമ്മറിയിൽ പറയാണ്, റൂൾ ബേസ്ഡ് അപ്രോച്ച് പ്രൊവൈഡ്സ് എ ഫൗണ്ടേഷൻ ഫോർ മാപ്പിംഗ് ഇംഗ്ലീഷ് ഫ്രേസസ് ടു SQL clause. While it has a limitations, it can be effective for simple queries and can be used as a starting point for more sophisticated approaches. അല്ലേ? ഹലോ. അപ്പോ അവര് ആ റൂൾ ബേസ്ഡ് അപ്രോച്ചിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ ഇവൻ ഓക്കെയാ, പക്ഷെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസം, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? ഹലോ.
ആ അങ്ങനെയല്ലേ പറഞ്ഞേ? ആ കേൾക്കുന്നു. നമ്മള് ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? ആ ഇനി നമുക്ക് എക്സ്പ്ലെയിൻ സീക്വൻസ് ടു സീക്വൻസ് മോഡൽ അതൊന്ന് ചോദിക്കാം. ഇപ്പൊ 2 മെത്തേഡാ പറഞ്ഞ അല്ലെ, SQL ക്വയറി ജനറേഷന്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. അപ്പോ സീക്വൻസ് ടു സീക്വൻസ് മോഡൽസ് ഫോർ NLP SQL query generation, particularly those based on recurrent neural network. അതിനകത്ത് LSTM ഉണ്ട്. More recently, transformers have proven highly effective in learning the complex mapping between natural language sentence and SQL. സീക്വൻസ് ടു സീക്വൻസ് മോഡൽ അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. The input English sentence is fed into the encoder, which process the sequence word by word. അത് word by word എടുക്കും. LSTM അല്ലെങ്കിൽ GRU, gated recurrent unit, are commonly used in the encoder to capture long range dependencies within the sentence. അപ്പോൾ അതിന്റെ ഡിപ്പെൻഡൻസീസ് ആ സെന്റൻസിൽ ഉണ്ടോ നോക്കാൻ വേണ്ടി ആ GRUs ഉപയോഗിക്കും. Encoder produces a fixed length of vector representation that encapsulate the meaning of entire input sentence. അപ്പൊ അതെല്ലാം കൂടെ എൻകോഡർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും. എങ്ങനെയൊക്കെ സെന്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആ ലോങ് റേഞ്ച് ഡിപ്പെൻഡൻസീസ് ഒക്കെ നോക്കിയിട്ട് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അത് തരും എൻകോഡർ അല്ലെ? അങ്ങനെയല്ലേ? ഇനി ഡീകോഡർ എന്താ ചെയ്യുന്നത്? ആ എൻകോഡർ എടുത്തിട്ട് ഡീകോഡർ ജനറേറ്റ് SQL query one taken. At each step, decoder considers the previous generated tokens in SQL query. ഓരോ പ്രാവശ്യം ജനറേറ്റ് ചെയ്യുമ്പോൾ മുമ്പ് ജനറേറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മതിയല്ലോ അല്ലേ? The context vector produced by the encoder. LSTM or GRUs can also be used in decoder to maintain an internal state that reflects generated part of SQL. അപ്പൊ അവിടെ ഒരു GRU ഡീകോഡറിൽ ഉപയോഗിക്കുന്ന കാര്യം പറയുന്നു. അതെന്താന്ന് വെച്ചാ ആ റെപ്പറ്റീഷൻ, ചില വാക്കുകളൊക്കെ വെക്കുമ്പോൾ വീണ്ടും ആ വാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ LSTM or GRUs വേണ്ടി വരും ഡീകോഡർ. എന്നുവെച്ചാ SQL-ലും നമുക്ക് ആ സ്ട്രക്ചർ ആയിട്ട് വേണ്ടേ? സാധാരണ സെന്റൻസിന് ഒരു ഘടന വേണം, SQL-ന് ഒരു ഘടന വേണം. അപ്പം അവിടെയും നമുക്കൊരു ഡീകോഡറില് GRU പോലെയുള്ളത് വേണ്ടിവരും. ഈ അഡ്വാൻറ്റേജ് ഓഫ് സീക്വൻസ് ടു സീക്വൻസ് മോഡലില് ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി, ക്യാൻ ഹാൻഡിൽ കോംപ്ലക്സ് ആൻഡ് വേരിയബിൾ ലെങ്ത് സെന്റൻസ് ആൻഡ് ജനറേറ്റ് കോംപ്ലക്സ് SQL queries. Learn directly from data, capturing intricate patterns and nuances in language and SQL. End-to-end learning. Transformers a powerful advance. Transformers have revolutionized NLP, offering significant improvements over traditional sequence-to-sequence models. Attention mechanism allow the model to focus on different parts of input sentence when generating each token of the output sequence. അപ്പോ ട്രാൻസ്ഫോമേഴ്സ് എന്താ ചെയ്യുന്നത്? NLP ഓഫറിംഗ് ഓവർ ട്രഡീഷണൽ സീക്വൻസ് ടു സീക്വൻസ് ഹാൻഡിൽ. Attention mechanism allows the model to focus on different part of the input sentence. അപ്പോൾ ആ സെന്റൻസിന്റെ ഡിഫറെന്റ് പാർട്ടിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓരോ ടോക്കൺ ജനറേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സീക്വൻസിൽ മോർ നുവാൻസ്ഡ് റിലേഷൻഷിപ്പ്. നുവാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മൈന്യൂട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, കുറച്ചുകൂടെ
മൈന്യൂട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കും അത്. പാരലൽ പ്രോസസ്സിംഗ് enables faster training and inference. ഇവിടെ അതിന് ഒരു ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രം ട്രാൻസ്ഫോമേഴ്സ് ഇമ്പോർട്ട് ഓട്ടോ മോഡൽ. ഇവിടെ a predefined T5 model, auto tokenizer from. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ നോക്കാം. ഫംഗ്ഷൻ ജനറേറ്റ് SQL എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അതില് ടോക്കണൈസർ ഇംഗ്ലീഷ് സെന്റൻസ് റിട്ടേൺ സെൻസസ്. അവിടെ ആ ടോക്കണൈസർ ഇൻപുട്സില് ആ ഇംഗ്ലീഷ് സെന്റൻസില് വരും. എന്നിട്ട് ഔട്ട്പുട്ടില് മോഡൽ ഡോട്ട് ജനറേറ്റ് decode output, skip special tokens, find the names of all customers in the city of Goa. അതാണ് ഇംഗ്ലീഷ് സെന്റൻസ്. അത് ജനറേറ്റ് SQL എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു ഇംഗ്ലീഷ് സെന്റൻസ് പാസ് ചെയ്തു. അപ്പോ അത് അവിടെ ഇൻപുട്ടായിട്ട് എടുത്തു, ടോക്കണൈസർ എന്നെല്ലാം വെച്ചിട്ട് ഔട്ട്പുട്ടില് മോഡൽ ഡോട്ട് ജനറേറ്റ് സ്റ്റാർ ഇൻപുട്ട് ആ മോഡല് ഔട്ട്പുട്ടിലേക്ക് സ്റ്റോർ ചെയ്തു. അല്ല, ഇത് ഈ പ്രോഗ്രാം താരതമ്യേന ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് ഫുള്ളില്ലേ, ജസ്റ്റ് ഒരു പാർട്ടേ ഉള്ളൂ. ഇവരൊരു പ്രീ ട്രെയിൻഡ് മോഡൽ വെച്ചിട്ട് ഇതിനകത്ത് ടോക്കണൈസ് ചെയ്യുന്നില്ലേ? ടോക്കണൈസ് ചെയ്യുന്നു. പിന്നെ ആ ജനറേറ്റ് ഉപയോഗിച്ചിട്ട് അത് ആ ഇൻപുട്ട് എടുത്ത് ഔട്ട്പുട്ട് ആക്കുന്നു. എന്നിട്ട് ആ SQL ക്വറി എന്താണോ പ്രിന്റ് ചെയ്യുന്നു. അപ്പോ ഇവിടെ ടോക്കണൈസ് ചെയ്യുന്നു. ആ ടോക്കണൈസ് ചെയ്തതിനെ നമ്മൾ മോഡൽ ജനറേറ്ററിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു, അത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു. അത്രയല്ലേ ഉള്ളൂ അല്ലേ? Data requirement. Sequence to sequence models, especially transformers, require large amount of high quality training data to achieve good performance. അപ്പോൾ അത് വേണം. Computational resources. Training and running large scale models can be computationally expensive. Interpretability. Understand the reasoning behind the models. Decision can be challenging. In summary, sequence to sequence models, particularly those based on transformers, have demonstrated a remarkable success in generating SQL queries from actual. Okay, അത് ഭയങ്കര സക്സസ്ഫുൾ ആണ്. They offer a powerful and flexible approach that can handle complex language and generate sophisticated queries. However, careful consideration of data requirements, computational resources, and interpretability is crucial for a successful implementation. Okay. Hello. Ridul. Hello, Ridul. ഇവിടെ താരതമ്യേന സിംപ്ലിഫൈ ചെയ്ത് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്കൊരു സംശയമുണ്ട്. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രോഗ്രാം ഡെവലപ്പർ? എന്നുവെച്ചാ ഞാനിത് മനസ്സിലാക്കുന്നത് ഋതുലേ, അതായത് ആ ഇൻപുട്ട് എടുക്കുക, അത് ആ ഔട്ട്പുട്ടില് പാസ് ചെയ്ത് കൊടുത്ത് അത് തന്നെ ജനറേറ്റ് ചെയ്ത് തരും നമുക്ക് ഔട്ട്പുട്ടായിട്ട്. പിന്നെ അത് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എടുക്കുന്ന എന്തും എടുക്കുക, അങ്ങോട്ടേക്ക് തള്ളുക,
നമുക്ക് ഔട്ട്പുട്ട് SQL ആയിട്ട് തരും. അത്രേ ഉള്ളൂ ഇതിനകത്ത് ജോലി, അല്ലേ? ഉം. അത്രയല്ലേ വരുന്നുള്ളൂ. അതായത് ആ ഇതിന്റെ നമുക്ക് കിട്ടുന്നത് ടോക്കണൈസ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡിലേക്ക് ഇടുന്നു. ആ ടോക്കണൈസ് കിട്ടിയതിനെ നമ്മളൊരു SQL ജനറേറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അത് ആ SQL ജനറേറ്റ് ചെയ്യുന്ന സാധനം ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരുന്നു. അത് അത്രയല്ലേ പറഞ്ഞുള്ളൂ ഇവിടെ. അതേ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഡെവലപ്പറിന്റെ റോൾ എന്താ, അതൊന്ന് നോക്കി എന്താണെന്ന് നോക്കാം. ഇപ്പോ നമ്മള് നമുക്ക് നോക്കാം ഇവിടെ. NLP project that translate English sentence into SQL queries is a pivot. Here is a breakdown of their key responsibilities. Architect the overall system, including data pipelines, NLP models, database integration, and user. Develop and implement the core logic for translating English sentences into SQL queries using chosen techniques, rule-based, statistical, or deep learning. നമുക്ക് ഇതാണല്ലോ നമുക്ക് ഇത് രണ്ടുമാണ് നമ്മുടെ പ്രശ്നം. ഇത് രണ്ടുമാണ് നമുക്കറിയേണ്ടത്. അപ്പോ ഓക്കെ, നമുക്ക് അത് പറയുന്നതിന് പകരം വാട്ട് ആർ ദ ഡേറ്റ പൈപ്പ്ലൈൻസ് ഹിയർ? വാട്ട് ആർ ദ data pipelines here? Data pipelines are crucial for successful implementation of NLP system that translate English sentence into SQL. They orchestrate the flow of data through various stages of system, ensuring efficient processing and accurate research. Here is a breakdown of key data pipelines in this context. Gather diverse data set of English sentences and their corresponding SQL queries. Public data set, a wiki SQL spider, crowdsourcing platform, internal company data manually create database. ഇതിലെ ഒരു ഡേറ്റ ക്ലീനിങ് പാർട്ട് ഉള്ളത് മിസ്സിംഗ് വാല്യൂസ്, ഇൻകൺസിസ്റ്റൻസീസ്, അങ്ങനെയുള്ളത് ഡേറ്റ ട്രാൻസ്ഫോർമേഷനിൽ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, പങ്ക്ച്വേഷൻസ് മാറ്റുന്നു, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നു, ടോക്കണൈസ് ചെയ്യുന്നു, പാർട്ട് ഓഫ് സ്പീച്ച് ടാഗിങ് നടക്കുന്നു, നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നേഷൻ, അവിടെ നെയിംഡ് എൻറ്റിറ്റീസ് നടക്കുന്നുണ്ട്. ഡേറ്റ ആഗ്മെന്റേഷൻ ടെക്നിക്കിൽ ഇൻക്രീസ് ഡേറ്റ ഡൈവേഴ്സിറ്റി ബൈ അപ്ലൈങ് ട്രാൻസ്ഫോമേഴ്സ്. മോഡൽ ട്രെയിനിങ് പൈപ്പ്ലൈനിൽ divide the data set into training, validation, and test data. Feature engineering will extract relevant features from the pre-processed data, word embedding, positional encoding, attention marks. Train the chosen NLP model, training data. Optimize hyperparameter, learning rate, batch size, improve model performance, model evaluation. Fine-tune the model and repeat the training process until satisfactory performance is achieved. അരുതുലിന് ഈ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഐഡിയ കിട്ടുന്നുണ്ടോ? ഇന്റേണൽ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോ അരുതുലിന് ഇപ്പൊ വേണ്ടത് എന്തൊക്കെയാ? ഇപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് നമുക്കൊരു ഇന്റർഫേസ് വേണം. യൂസറിന് ഇൻപുട്ട് എടുക്കുക. ആ യൂസറിന് ഇൻപുട്ട് എടുത്തത് നമ്മളെ അതിന്റെ ബാക്ക് എൻഡ് പോയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. നമുക്ക് അല്ലല്ല, അത് നമുക്ക് ആ ഒരു ഇന്റർഫേസ് ഡിസൈനിലേക്ക് പോകണമെന്നില്ല. ഞാൻ പറയട്ടെ, ഒരു ഇൻപുട്ടിൽ ഒരു സെന്റൻസ് ചോദിച്ചാൽ മതി, അത് പോരെ? അല്ല, ഇൻപുട്ടിൽ ഒരു സെന്റൻസ് ചോദിച്ചാൽ പോലെ നമുക്ക് ഓക്കെ ആസ് എ പ്രോജക്ട് നമുക്ക് ഒരു ഇന്റർഫേസ് ഡിസൈൻ നോക്കാം. പക്ഷെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് എടുത്ത്
ഒരു നമുക്ക് ജസ്റ്റ് ആ. ജസ്റ്റ് ഒരു ഡെമോ ആക്കുമ്പോ നമ്മൾ ഒരു ഇൻപുട്ട് യൂസർ എടുക്കുന്ന രീതിയിലാക്കാം. നമുക്ക് ആദ്യം ആ ഇന്റർഫേസ് ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻപുട്ട് എടുക്കാം, എന്നിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണിക്കാം, അത്രേ ഓർത്താ മതി. അപ്പോ അതാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും നമ്മൾ തൽക്കാലം സസ്പെൻഡ് ചെയ്തു. ഓക്കെ. പിന്നെ നമ്മൾ ആ ഇൻപുട്ട് എടുത്ത ലൈനിലെ ഈ ടോക്കണൈസേഷൻ, പാർട്സ് ഓഫ് സ്പീച്ച്, ടാഗിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യും അല്ലെ. അത് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുവോ, എന്നിട്ട് SQL ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഓൾറെഡി ഇതിനകത്ത് ലൈബ്രറിയിലെ ഫംഗ്ഷൻ വിളിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, കൺവേർട്ട് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ടോ? നമ്മള് ഇവിടെ ഒരു ഫംഗ്ഷൻ അല്ലേ ഉണ്ട് ലൈബ്രറി. ഒരു ചാറ്റ് ബോട്ട് ആക്കുന്നതാണെങ്കിൽ സിമ്പിൾ തന്നെയല്ലേ. നമുക്ക് എന്തായാലും ജെമിനി വെച്ചിട്ട് തന്നെ ഒരു ഇതൊക്കെ കോൾ ചെയ്താലാകുന്ന ഇതേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഓട്ടോ ടോക്കണൈസർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ടോക്കണൈസ് ചെയ്ത് തരും. പിന്നെ ഓട്ടോ മോഡൽ ഫോർ സീക്വൻസ് ടു സീക്വൻസ്, അത് അതിനകത്തുനിന്ന് അതിന്റെ ജനറേറ്റർ ഫംഗ്ഷൻ എടുത്താൽ അത് SQL ആക്കി തരും. അത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ലേ ആ മോഡലില്. ഔട്ട്പുട്ടില് ഓട്ടോ മോഡൽ ഫോർ സീക്വൻസ് ടു സീക്വൻസ് ഫ്രം പ്രീ ട്രെയിൻഡ് മോഡൽ നെയിം, അത് ഔട്ട്പുട്ടായിട്ട് എടുത്തു. എന്നിട്ട് പിന്നെ മറ്റൊരു ടോക്കണൈസർ വെച്ചിട്ട് ആ SQL ക്വയറി കാണിക്കുകയോ ചെയ്യും. അപ്പോ ഔട്ട്പുട്ടില് എന്താ SQL ക്വയറി വന്നു അല്ലെ. ഔട്ട്പുട്ടിൽ SQL ക്വയറി വന്നില്ലേ. നമുക്ക് ഈ പ്രോഗ്രാം ഇതൊന്ന് കോപ്പി ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് ഇത് വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഒന്ന് റൺ ചെയ്യിക്കോ. 5-6 ലൈനല്ലേ ഉള്ളൂ. ഒന്ന് ഷെയർ ചെയ്തേരെ. ഞാൻ ഷെയർ ശരിയാക്കണം അല്ല. ഷെയർ അതൊന്ന് എടുത്തോ. എടുക്കുമ്പോ അത് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഗൂഗിൾ ലിങ്ക് തരാം. എടുക്കിപ്പോ തൽക്കാലം 1 മിനിറ്റേ ഉള്ളൂ. അത് ചാറ്റിലിട്ടിനോ ഇപ്പോൾ? ഞാൻ എന്താ ചാറ്റിൽ എന്താ ഇടണ്ടേ? ഈ കോഡല്ലേ. സോറി. അല്ല, അയക്കോ. ഞാൻ ചാറ്റിൽ. അപ്പൊ ഞാൻ തൽക്കാലം വേണമെങ്കിൽ ഗൂഗിൾ മീറ്റ് എടുത്തിട്ട് അതിലും ഞാൻ വാട്സപ്പിലും പേസ്റ്റ് ചെയ്തേക്കാം. അത് കിട്ടിക്കോളും. ഞാനിപ്പോ ചെയ്യാം. അത് അവിടെ